എല്ലാവർക്കും നമസ്കാരം. ഗുരു എപ്പോഴും ആത്മീയതയിലാണ്. പലർക്കും ആത്മീയ പാതയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അവർ ഉള്ളിൽ ശരിയോ മനസ്സും ഉള്ളിലിരിക്കുന്ന ഒന്നിനെ തിരിച്ചറിയാൻ തുടങ്ങുന്നൊരു വാക്കിലായിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അവരിതുവരെ ജനിച്ച നാൾ മുതൽ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം അവർക്ക് പെട്ടെന്ന് ഒരു സ്പന്ദനം ഉള്ളിൽ നിന്നൊരു വിവേകം സംഭവിക്കുന്നൊരവസ്ഥ. എനിക്കറിയാവുന്ന നിരവധി ആൾക്കാരുണ്ട്. ദിനചര്യയിൽ തന്നെ ഞാൻ കാണുന്ന പല ആൾക്കാരും ഞാൻ കാണുന്നൊരു കാര്യമാണ്. അവനവൻ്റെ ജ്ഞാനത്തിനുപരി അവനവൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒരു സ്പന്ദനം സംഭവിക്കുന്നൊരവസ്ഥ. എന്തെന്നില്ലാത്ത രീതിയിൽ ഒരു ഒരു അന്വേഷണം ആരംഭിക്കുന്ന അവസ്ഥ. എന്തോ ഒന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ശരീരവും മനസ്സും അല്ല എന്നുള്ള, എന്നാൽ ഉള്ളിൽ നിന്നൊരു വാഞ്ചന തുടങ്ങുന്ന ഒരു അവസ്ഥ, എന്തോ ഒന്നിനെ കണ്ടെത്തുവാനായിട്ടുള്ളൊരു തേടലിന് വേണ്ടി ആരംഭിക്കുന്ന അവസ്ഥ. ഈ ഭാരതത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഭാരതത്തിനെ തന്നെ വിളിക്കുന്ന പേര് ആത്മ അന്വേഷികളുടെ നാടെന്നാണ് വിളിക്കുന്നത്. ഒരു വിശ്വാസത്തിൻ്റെ നാടെന്നല്ല വിളിക്കുന്നത്, ആത്മ അന്വേഷികളുടെ നാടെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗുരു പരമ്പരയുടെ തന്നെ ഒരു ഭാഗമാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. എപ്പോഴും ഗുരു എന്ന് പറയുമ്പോൾ ശിവന്റെ ഒരു ഹയസ്റ്റ് ഓർഡറാണ്. ആ ഒരു ഓർഡറിൽ ആദ്യം തൊട്ട് അതിനൊരു പരമ്പരയുണ്ടാകും. ഈ ശരീരവും മനസ്സും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈശ്വരീയ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. ബാക്കി നമ്മൾ എന്ത് ധരിച്ചു വച്ചിരിക്കുന്നോ അതെല്ലാം തെറ്റിദ്ധാരണകൾ മാത്രമാണ്. പലതും പറയണമെന്നുണ്ട്, എന്നാലും മനസ്സിൽ വരുന്നത് പലതും അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. ഇത്ര മാത്രമാണ്. ഈ ശരീരവും മനസ്സും ഉപയോഗിക്കേണ്ടത് എപ്പോഴും തന്നെ ഈശ്വരീയ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കാലചക്രം ഓരോ വ്യക്തികളെയും ആത്മീയതയിലേക്ക് ഇറക്കും. ഉള്ളിൽ തന്നെ അവർക്ക് തോന്നി അവരിറങ്ങിത്തിരിക്കും. എല്ലാ നദികളും ഒഴുകിയെത്തുന്നത് ഒരു സമുദ്രത്തിലേക്കാണ്. ആ സമുദ്രം എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്. എല്ലാ ജീവാത്മാക്കളും പരമാത്മാവാണ്, പരമാത്മാവിൻ്റെ സ്വരൂപങ്ങളാണ്. ആ ഈശ്വരനിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ദൗത്യം. അങ്ങനെ കാലക്രമേണ എല്ലാവരും പോകുമ്പം ഓരോരുത്തർക്കും മാർഗമായാണ് ഓരോ ഗുരുക്കന്മാരും ഇവിടെ വരുന്നത്. ഒരു ഓർഡർ പ്രകാരമാണ്. എൻ്റെ മാസ്റ്റർ സദ്ഗുരു ശ്രീ ബ്രഹ്മൻ, അദ്ദേഹത്തിനെ ഈ മാസം ഗുരു പൗർണമിയുടെ അന്ന് ബ്രാഹ്മിയിലുള്ള സാധകരെല്ലാം തന്നെ ചേർന്നുകൊണ്ടും ബ്രാഹ്മിയിൽ ഗുരുപൂജയും മന്ത്രദീക്ഷയും നൽകുന്ന ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം ജൂൺ 21 ഗുരു പൗർണമിയുടെ അന്ന് ഗുരുവെന്ന് പറയുന്ന ആ പ്രകാശമാവുന്ന തത്വത്തെ നിങ്ങളുടെ ഇരുട്ടിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനായി, പ്രകാശം കൊണ്ട് ആ ബ്രഹ്മത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് അതിനുള്ള മാർഗമാണ് ഗുരുപൂജ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മന്ത്രദീക്ഷയുടെ ശക്തി, ഇത് രണ്ടുമുണ്ടെങ്കിൽ ഒരു വ്യക്തി ബ്രഹ്മവിദ്യയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുക്കുന്നൊരു പ്രക്രിയയിലേക്ക് കടന്നു പോകും. അതിനായി ഈ മാസം 21 തൃശ്ശൂരിൽ വെച്ച് ഗുരുപൂജയും മന്ത്രദീക്ഷയുമുണ്ട്. കഴിയുന്നത്രയും പേര് പങ്കെടുക്കുക, വന്ന് സൗജന്യമായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഗുരു വളരെ പ്രാധാന്യമാണ് ജീവിതത്തിൽ. ആത്മീയതയിൽ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന സ്പന്ദനം നമുക്ക് പൂർണ്ണമായിട്ടും അതെങ്ങനെ പരിശീലിച്ചെത്തണമെന്നറിയില്ല. എന്നാൽ ബ്രഹ്മത്തിൻ്റെ പൂർണ്ണ ജ്ഞാനം കൊണ്ട് ഉൾക്കൊണ്ടിരിക്കുന്നതാണ് ഗുരു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡിസേബിളായിട്ടുള്ള എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായുള്ള മാർഗവും ഗുരുപൂജയും, അതേപോലെ ഗുരുവിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ശക്തിയിൽ നിങ്ങളെ ആ ധ്യാനത്തിൻ്റെ ആഴമേറിയ ആ പ്രകാശത്തെ അനുഭവിപ്പിച്ച് തരുക എന്നുള്ളതുമാണ്. അപ്പം ഗുരുപൂജയുടെ അന്ന് എല്ലാവരും വന്ന്, ഗുരു പൗർണമിയുടെ അന്ന് ഗുരുപൂജയിലും
കൈകൽപ്പ മന്ത്രദീക്ഷയിൽ ബ്രഹ്മവിദ്യ എടുക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പിനുമായി താല്പര്യമുള്ളവർ വന്ന് പങ്കെടുക്കുക. തൃശ്ശൂരിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഈ വീഡിയോയുടെ അടിയിൽ തന്നെ നമ്പർ കൊടുക്കാം. നിങ്ങൾ വിളിച്ച് നേരത്തെ തന്നെ ബുക്ക് ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം.